ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അനന്തുവിൻ്റെ മൃതദേഹം ഇപ്പോൾ സ്കൂളിലേക്ക് മണിമൂളി സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അവിടെ പൊതുദർശനം ഉണ്ടാകും അല്പസമയം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിമൂളി സ്കൂളിലേക്ക് അനന്തുവിൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. അവിടെ പ്രിയപ്പെട്ടവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടാകും. സഹപാഠികൾക്കും ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്കുമൊക്കെ കാണാനുള്ള അവസരമുണ്ടാകും. മണിമൂളി സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ ഏറ്റവും സങ്കടം നിറഞ്ഞ ആ ദൃശ്യങ്ങളുടെ തത്സമയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ആളുകളൊക്കെ അങ്ങോട്ടേക്ക് ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. കാരണം ആ നാട്ടിൽ അത്രമേൽ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു അനന്തു എന്ന് നമുക്ക് അവിടെയുള്ള ആളുകളുടെയൊക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ നാടിനോട് അത്രമാത്രം ചേർന്ന് നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ആ കുട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അനന്തുവിനെ കാണാനായി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് പ്രിയപ്പെട്ട കൂട്ടുകാരന് സഹപാഠിക്ക് യാത്രയയപ്പ് നൽകുക എന്നത് മാത്രമാണ് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കടമയെന്ന് പറയുന്നത്. ഏറെ സങ്കടത്തോടെ ആ നാട് പ്രിയപ്പെട്ട സഹോദരന് വിട നൽകുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങോട്ടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അനന്തുവിനെ കാണുന്നതിന് വേണ്ടി. അല്പസമയത്തിനകം തന്നെ മണിമൂളി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഇപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കിയതിനു ശേഷം അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ആ ദൃശ്യങ്ങളിൽ എല്ലാവരും കണ്ണീർ വാർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള. ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു സമയത്തിലൂടെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മണിമൂളി സ്കൂൾ വഴിക്കടവിലെ അവിടെ നിന്നാണുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അനന്തുവിൻ്റെ കൂട്ടുകാരും സഹപാഠികളും നാട്ടുകാരും ഒക്കെ അവിടെ അവസാനമായി ഒരു നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തിനെ കണ്ട് യാത്ര പറയുന്ന ദൃശ്യങ്ങളാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ഇത്രയും ദിവസം ഇന്നലെ ഈ സമയത്തൊക്കെ ഒരുമിച്ച് കളിച്ചു നടന്ന കൂട്ടുകാർ ഇന്നിപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ചേതനയറ്റ ശരീരം കാണുമ്പോൾ ഏറ്റവും സങ്കടത്തോടെ മടങ്ങിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിർഭൻ കൂടി ചേരുകയാണ്. നിർഭൻ, ഇപ്പോൾ മണിമൂളി സ്കൂളിൽ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എപ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടുപോവുക? സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എപ്പോഴാണ്? തീർച്ചയായും മനു, ഇപ്പോൾ മണിമൂളി സ്കൂളിലാണ് അനന്തുവിൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. അല്പനിമിഷങ്ങൾക്ക് മുമ്പാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അനന്തുവിൻ്റെ മൃതദേഹം ഈ സ്കൂൾ അങ്കണത്തിലെത്തിച്ചത്. സ്കൂൾ അങ്കണത്തിന് മുന്നിൽ അനന്തുവിനൊപ്പം പഠിച്ച വിദ്യാർത്ഥികളും ഒപ്പം തന്നെ അധ്യാപകരും ഈ നാട്ടിലെ ഈ പ്രദേശത്തുള്ള ജനങ്ങളുമൊക്കെ അനന്തുവിൻ്റെ മൃതദേഹത്തിന് പൊതുദർശനം ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനോട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. കുട്ടികളിപ്പോൾ അനന്തുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത്. ഇവിടുത്തെ ചടങ്ങുകൾ വളരെ വേഗം പൂർത്തിയാകും. ഈ കുട്ടികൾ മുഴുവൻ അന്തിമോപചാരം അർപ്പിച്ച ശേഷം അധ്യാപകർക്കും കാണാനുള്ള അവസരമുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് അനന്തുവിൻ്റെ മൃതദേഹം ഉടൻ തന്നെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ശേഷം തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. സമയം ഇവിടെ നിന്ന് ഉടൻ തന്നെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് അനന്തുവിൻ്റെ മൃതദേഹം കൊണ്ടുപോകും. നേരത്തെ തന്നെ ഇന്നലെ രാത്രിയോട് തന്നെ മോർച്ചറിയിലേക്ക്, മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് അനന്തുവിൻ്റെ മൃതദേഹം മാറ്റിയിരുന്നു. ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് അപകടം നടന്ന ഉടൻ തന്നെ അനന്തുവിനെ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അതിനുശേഷം രാത്രി 9:30 മണിയോടുകൂടിയാണ് ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇന്ന് രാവിലെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ മണിമൂളി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനന്തുവിനൊപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ കണ്ണുകളോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. അവസാനം ഒരു നോക്ക് അനന്തുവിനെ കാണാൻ. ഇന്ന് അവധി ദിവസമാണ്. കഴിഞ്ഞ ദിവസം അവധിയായിരുന്നു. ഈ അവധിക്കിടയിൽ ആദ്യം പുഴയിൽ ആദ്യം ഫുട്ബോൾ കളിക്കാനും അതിനുശേഷം പുഴയിലേക്ക് മീൻ പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി എന്നതാണ് കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം ഇവിടെ നിന്ന് മൃതദേഹം അനന്തുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. മനു, നിർഭൻ, ഈ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയായിരുന്നു, ഇന്നലെ ഈ സമയത്ത് ആ കുട്ടികളോടൊപ്പം കളിച്ച് അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞ് തമാശ പറഞ്ഞ് കടന്നുപോയ കുട്ടിയാണ് ഇപ്പോൾ നിശ്ചലനായി പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നത്. എത്രമാത്രം സങ്കടകരമായൊരു സാഹചര്യമാണ് ആ മനുഷ്യരുടെ മുന്നിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മനു, അപ്രതീക്ഷിതമായി ഉണ്ടായൊരു അപകടം, അത് വൈദ്യുതി കുരുക്കിൽ പെട്ട് കുട്ടികൾ മരണപ്പെടുന്നു. ദൗർഭാഗ്യകരമായ കുട്ടി അനന്തു മരണപ്പെടുന്നു. മറ്റ് 2 പേർക്കും അപകടം സംഭവിച്ചു. അവർക്ക് 2 പേർക്കും ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയാം. കാരണം അനന്തു വെള്ളത്തിലേക്ക് തെറിച്ച് വീണു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഷോക്കിൻ്റെ, വൈദ്യുതാഘാതത്തിൻ്റെ കാഠിന്യം കൂടി തൽക്ഷണം അനന്തുവിന് മരണം സംഭവിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം.
പക്ഷേ മറ്റു രണ്ട് കുട്ടികളും ഈ കരയിലേക്ക് വീണതുകൊണ്ടുമാണ് രക്ഷപ്പെട്ടത്. പക്ഷേ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ആ ഒരു അവധി ദിവസത്തിൻ്റെ ആഘോഷം, പ്രത്യേകിച്ച് അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടികൾ ഒന്നിച്ച് ഫുട്ബോളൊക്കെ കളിച്ച ശേഷം വൈകിട്ടോടുകൂടി മീൻ പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്നതാണ്. ആ സമയത്താണ് ഇങ്ങനെ വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് കാട്ടുപന്നിയെ പിടിക്കുന്നതിന് വേണ്ടി വച്ച കുരുക്കിലേക്ക് ഈ മീൻ പിടിച്ച് വല കോരിയെടുക്കുന്ന ഘട്ടത്തിൽ അനന്തുവിൻ്റെ കൈയാണ് ഈ കമ്പിയിൽ കുരുങ്ങിയത്, കമ്പിയിൽ തൊട്ടത്. ആ സമയം തന്നെ ഷോക്ക് വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. മറ്റ് രണ്ട് കുട്ടികളും തെറിച്ച് കരയിലേക്ക് വീണതുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അധ്യാപകരൊക്കെ തന്നെ അനന്തുവിൻ്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. കുട്ടികളൊക്കെ തന്നെ നിറക്കണ്ണുകളോടുകൂടി തൻ്റെ കൂടെ പഠിച്ച കുട്ടിയുടെ വിടവാങ്ങൽ ചടങ്ങിന് സാക്ഷിയാകേണ്ടി വന്ന ആ തരത്തിലുള്ള നൊമ്പരം എല്ലാ കുട്ടികളുടെയും മുഖത്ത് കാണാം. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം. ഈ ഒരു അവധി ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നാളെ സ്കൂളിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി പോയൊരു കുട്ടി പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒരു ദാരുണമായൊരു അപകടത്തിൽ മരണപ്പെടുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മൃതദേഹം ഇവിടെ നിന്ന് വീട്ടിലേക്ക് അല്പം എടുക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് വീട്ടിലേക്ക് ഉടൻ തന്നെ മാറ്റും. അവിടെ പൊതുദർശനം, അവിടെ ബന്ധുക്കൾക്കും അനന്തുവിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കും മൃതദേഹം എടുക്കുകയാണല്ലേ, അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് എടുക്കുകയാണല്ലേ, വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണല്ലേ? തീർച്ചയായും മനു ഇവിടെ നിന്ന് മൃതദേഹം എടുക്കുകയാണ്. ഇവിടെ കാത്തിരുന്ന, പ്രത്യേകിച്ച് അനന്തുവിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊപ്പം തന്നെ അനന്തുവിൻ്റെ പഠിപ്പിച്ച അധ്യാപകർക്കും ഒക്കെ തന്നെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരമാണ് ഇവിടെ നൽകിയത്. ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് അനന്തുവിൻ്റെ വീട്ടിലേക്ക് ഉടൻ തന്നെ മാറ്റും. അവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെ സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് നിരവധി പേർ, നാട്ടുകാർ, ബന്ധുക്കളൊക്കെ അനന്തുവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വീട്ടിൽ കാത്തിരിപ്പുണ്ട്. അവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. ഉച്ചയ്ക്കോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അനന്തുവിൻ്റെ മൃതദേഹവുമായി വീട്ടിലേക്ക് ഈ ആംബുലൻസ് തിരിക്കും. അവിടുത്തെ പൊതുദർശനത്തിന് വേണ്ടി അവിടെ നിരവധി പേർ കാത്ത് ഇരിപ്പുണ്ട്. അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. തീർച്ചയായും നൊമ്പരത്തോടെയല്ലാതെ നമുക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ അനന്തുവിൻ്റെ മൃതദേഹം സ്കൂൾ മുറ്റത്ത് നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിൽ കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആശുപത്രിയിൽ നിന്ന് അല്പസമയം മുമ്പാണ് മണിമൂളി സ്കൂളിൻ്റെ മുറ്റത്തേക്ക് അനന്തുവിൻ്റെ മൃതദേഹം എത്തിച്ചത്. അവിടെ കൂട്ടുകാരും ടീച്ചർമാരും നാട്ടുകാരും ഒക്കെ അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു. എല്ലാവരുടെയും കണ്ണുകളിൽ ഒരിറ്റ് കണ്ണുനീർത്തുള്ളി ഇങ്ങനെ ഇടറി വീഴാൻ ബാക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രമാത്രം സങ്കടം ആ മനുഷ്യരുടെ ഓരോരുത്തരുടെയും മുഖത്ത്, അവിടെ എത്തിയ അമ്മമാരുടെ മുഖത്ത്, അവിടെ എത്തിയ സഹപാഠികളുടെ മുഖത്ത്, അധ്യാപകരുടെ മുഖത്ത് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രമാത്രം സങ്കടം നിറഞ്ഞ, നൊമ്പരത്തോടെയല്ലാതെ പറയാനോ കാണാനോ കഴിയാത്ത ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു.